ശോഭി കഥ തുറക്കാൻ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടിപ്പൊളിക്കും. നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാൻ ഏനയെ വാങ്ങിത്തരും, ചേനയെ വാങ്ങിത്തരും, പിണ്ടത്തെ വാങ്ങിത്തരും. മറിച്ചാണെങ്കിൽ നിന്നെ ഞാൻ ഒളിഞ്ഞിരുന്ന് പേടിപ്പിക്കും. ഇപ്പൊ ഈ കാണുന്നത് നമ്മുടെ ഈ പഴയ ഡയലോഗും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. കൊട്ടുന്നു, വിളിക്കുന്നു, ഈ തുറന്നാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എന്നുള്ളൊരു ടോൺ ഇതിനകത്തുണ്ട്. അത് തമാശ രീതിയിൽ പ്രസന്റ് ചെയ്തേക്കുന്ന നമ്മൾ കാണുന്ന പിക്ചർ എന്താണ് ഞാൻ കൊള്ളാം. വേൾഡ് റിലീജിയസ് പോപ്പുലേഷൻ കൗണ്ട് ചെയ്യുന്ന ഒരു സർവേ നടന്നപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടാണ് അത്. ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ, അത് 31.5%. പിന്നെ ഇസ്ലാം, പിന്നെയാണ് നമ്മുടെ ഈ നോൺ റിലീജിയസ് അഗ്നോസ്റ്റിക് എത്തിസ്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ കാണാൻ സാധിക്കുന്നത്. അവരിപ്പോൾ ഏകദേശം 15.35% ആയിട്ടുണ്ട്. ഈ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു സർവേ റിപ്പോർട്ടാണ്. വിക്കിപീഡിയയിലൊക്കെ നോക്കി കാണാൻ പറ്റും. വേൾഡ് റിലീജിയസ് പോപ്പുലേഷൻ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ചാർട്ട് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് എല്ലാവരും അറിയാമല്ലോ, നമ്മൾ ജനിക്കുമ്പോൾ ഒരു റിലീജിയസ് ഐഡന്റിറ്റിയോട് കൂടി തന്നെയാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പലർക്കും ഹിന്ദു ഐഡന്റിറ്റി ഉണ്ട്, മുസ്ലിം ഐഡന്റിറ്റി ഉണ്ട്. കാരണം മാതാപിതാക്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ആവുന്നു, അല്ലെങ്കിൽ മുസ്ലിം ആവുന്നു എന്നൊക്കെ പറഞ്ഞ പോലത്തെ സംഭവം. ഇപ്പോൾ ഈ 2013 നടത്തുന്ന ഒരു സർവേ എന്ന് പറയുമ്പോൾ, 12 നടത്തുന്ന ഒരു സർവേ എന്ന് പറയുമ്പോൾ റിലീജിയൻ ഇല്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഈ റിലീജിയനിൽ നിന്നും വിട്ടുമാറിയ ആളുകളാണ് ഏത്തിയസ്റ്റ്, നോൺ റിലീജിയസ്, അഗ്നോസ്റ്റിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ കാണുന്നത്. റിലീജിയൻ എത്രത്തോളം പൈസ മുടക്കിയിട്ടാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഇത്രയും പിടിച്ചു നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പുസ്തകം, പാട്ട്, പള്ളി, നേർച്ച, മറ്റേത് മറിച്ചത്, ഫെസ്റ്റിവൽ, മുക്കിന് പള്ളികളും അങ്ങനെ എല്ലായിടത്തും അമ്പലം പണിയാൻ പറ്റത്തില്ല. അമ്പലങ്ങൾക്ക് പ്രത്യേക സ്ഥലവും സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പള്ളിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, എവിടെയും പണിയാം. അങ്ങനെ ദിവസവും ഇങ്ങനെ പൂണ് മുളയ്ക്കുന്ന പോലെ പള്ളികൾ നമ്മുടെ നാട്ടിൽ മുളച്ചു നിന്ന് കാണാമല്ലോ. പിന്നെ എന്തിനൊക്കെ ഇവർ ഫണ്ട് ചെയ്യാത്ത? മതം മാറ്റാൻ വേണ്ടി തന്നെ ഒരു ഭീമമായ ഫണ്ട് കേരളത്തോടൊക്കെ വരുന്നുണ്ട് പല രീതിയിൽ. പിന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ വീട് തോറും കയറി ഇറങ്ങി ആളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ നമ്മളൊക്കെ ഒരു മതത്തിൽ വിശ്വസിക്കാൻ നിർബന്ധിതരാണ്. പക്ഷെ അവിടെ നിന്നെല്ലാം വിട്ടെറിഞ്ഞ ഒരു വൻ സമൂഹം ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഈ സർവേയിൽ നിന്ന്. ഈ നോൺ റിലീജിയസ് എന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരോട് എന്നോട് ചോദിക്കുകയാണ്, ഈ സർവേ നടത്തുന്ന ആളെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് മതവിശ്വാസിയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മതമില്ല, എനിക്കത് താല്പര്യമില്ല എന്ന് പറഞ്ഞ ആളുകളാണ് കൂടുതലും. ഇപ്പോൾ എന്നോട് ചോദിച്ചിരുന്നത് ഞാൻ തീർച്ചയായിട്ടും അതേ പറയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്ന് ഒരുപാട് പേര് ഇതേപോലെ സർവേ നടത്തിയപ്പോൾ ചോദിച്ച ഒരു റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി 2014 2020 ഇത് നടക്കുമായിരിക്കും. അന്ന് ഇതിൽ കൂടുതൽ നോൺ റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതും ഏകദേശം ഉറപ്പാണ്. പിന്നെ ഇങ്ങനെ ഈ ഒരു വിഭാഗം കൂടി വന്നതിൻ്റെതായ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ അനുഭവിക്കുന്നത്. ഈ മതത്തിൽ നിന്നും ആളെ വിട്ടു പോയപ്പോൾ ഇവന്മാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് വരുമാനം കുറഞ്ഞിട്ടുണ്ട് എല്ലാ ഇതിൽ. ഓരോ മതങ്ങൾ ഇങ്ങനെ കിടന്ന് ഓരോ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയും ഒക്കെ ആളെ കൂട്ടണം, അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല. മാക്സിമം അവർ ചെയ്യും, പലതും ചെയ്യും നമ്മളൊക്കെ അവിടെ എത്തിക്കാം. പക്ഷേ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലായത് ഒത്തിരി പേര് വിട്ടുപോയി, ആർക്കും താല്പര്യമില്ല. ഈ കൊച്ചിലെ തൊട്ടേ പള്ളിയിലും അമ്പലത്തിലൊക്കെ പാരൻസ് കൊണ്ടുപോയി ശീലിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നവരൊക്കെ. ഞാൻ ഒരുപാട് പള്ളിയിൽ പോയിരുന്നിട്ടുണ്ട്. ഈ ബൈബിളും അതിലെ കഥകളും ഉപയോഗിച്ച് ബൈബിളിലെ കഥകളും യേശുവിനെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പഠിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ സ്ക്രിപ്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് പരീക്ഷ ഉണ്ട് നമുക്ക്, ആ പരീക്ഷയിൽ കൂടെ നമ്മൾ എഴുതി പാസ്സാവുക വേണം. അങ്ങനെയൊക്കെയുള്ള പരീക്ഷകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പിന്നെ ഏത് രീതിയിലാണ് നമ്മുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടാതെ മുക്കിനെ നോക്കിയാൽ കാണാമല്ലോ. വഴി നീള റോഡിലൊക്കെ പേടിപ്പിക്കുന്നു. ഇതിനകത്ത് പൈസ ഇട്ടിട്ട് പോയില്ല വണ്ടികൾ പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ. എവിടെ ചെന്ന് നോക്കിയാൽ ഇതിന്റെ പടം. ഇതെല്ലാത്തിനാണ് ഇടയിൽ ആൾക്കാർ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇത് വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് അത്ര അഴിമതി കയറിയിട്ടുണ്ട്. ഇത്രയും അഴിമതിയും ഇത്രയും കറപ്ഷനൊക്കെ ഉള്ളൊരു സൊസൈറ്റി, അല്ലെങ്കിൽ ഇത്രയും അഴിമതിയും ഇത്രയും കറപ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അത് പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള സർവേകൾ നടത്തുമ്പോഴാണ്. ആ സർവേ കറക്റ്റാണ്. അടുത്ത സർവേയിൽ ഇതിൽ കൂടുതൽ ആളുകൾ മതത്തെ നിഷേധിച്ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇപ്പോൾ ഉള്ള ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആൻഡ്രോയിഡ് ഫോണും ഇൻഫർമേഷൻ ഓൺ ദ ഫിംഗർ ടിപ്സ് എന്നൊക്കെ പറയുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ. അവരെടുത്ത് ഇത്ര ഊളക്കഥകളും പറഞ്ഞ് ചെന്നാൽ തീർച്ചയായിട്ടും അവർ ഇവിടെയൊക്കെ തപ്പി നോക്കും. ആരാണ് ജീസസ്, എന്താണ് ബൈബിൾ? അപ്പോൾ 2 കഥ കിട്ടും ഇവർക്ക്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കഥയേ ഉള്ളൂ, ഇതാണ് സത്യമാണ്, ഇത് അവസാനമാണ്, ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മാണയാണ്, കോളയാണ്. പക്ഷെ ഇപ്പോൾ അതല്ല. അത് സത്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും അവർ അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവർ കിട്ടിക്കൊണ്ടേയിരിക്കും ദിവസവും. ഇനിയിപ്പോൾ നേരിട്ടല്ലെങ്കിൽ പോലും പല മാത്രമല്ല വേറെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും പേര് റിലീജിയൻ വിട്ടുപോയത് നിരീശ്വരവാദികളായ ആളുകൾ വീട്ടിൽ ചെന്ന് ക്യാൻവാസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നിരന്തരമായ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കും, അങ്ങനെ നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കരുത് എന്നാലും നിങ്ങൾക്ക് വീട് കൊടുക്കും എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇല്ലെങ്കിൽ തന്നെ ഇതിന്റെ ബുക്ക്ലെറ്റ്സുകൾ, ഒരുപാട് പുസ്തകങ്ങൾ, നിരീശ്വരവാദ ഗാനങ്ങൾ, അല്ലെങ്കിൽ നിരീശ്വര പള്ളി, നിരീശ്വരവാദികളുടേതായ പ്രവർത്തനം. അതായത് ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായ കുറേ നിരീശ്വരവാദികൾ അവിടെ വന്നിട്ട് അവരെ സഹായിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കരുത്, നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത്, ഇല്ലായിരുന്നെങ്കിൽ ഇത് ഉണ്ടാവില്ല എന്നൊന്നും ആരും പറയാതെയാണ് ഇത്രയും ആളുകളുടെ എണ്ണയുടെ കൂടിയിരുന്നത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന് വിവരം വെച്ചു, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. ഈ കള്ളത്തിലൊന്നും ചിലവാകാത്ത ഒരു സിറ്റുവേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായി കഴിഞ്ഞു. ഈ ലോകം മുഴുവൻ മാറും.